ഹായ് ഓൾ. അപ്പം ക്യാപ്ഷനിൽ കണ്ട പോലെ എന്താണ് ഹിൻഡൻബർഗ് ഇഷ്യൂ, ഓക്കെ, ഇവരുടെ റോൾ എന്താണ്, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ് ഇവരെ പറ്റി ഉള്ള ഒരു സംഗ്രഹം. ഇവര് നേരത്തെ കൊണ്ടുവന്ന അദാനിക്കെതിരെ കൊണ്ടുവന്ന ഇഷ്യൂ, പിന്നെ ഇപ്പം നടക്കുന്ന ഇഷ്യൂ. അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളുകളികൾ എന്താണ് ഒന്ന് ജസ്റ്റ് മലയാളത്തിൽ ഇപ്പൊ കുറെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെയാണ്. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ ജസ്റ്റ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ബ്രീഫ് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് ഹിൻഡൻബർഗ് ഇഷ്യൂ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഹിൻഡൻബർഗ്. ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു US ബേസ്ഡ് കമ്പനിയാണ്, ഒരു ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഓക്കെ, 2017 അമേരിക്കയിൽ തുടങ്ങിയ ഒരാൾ, നഥാൻ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ ഒരാള് തുടങ്ങിയ ഒരു കമ്പനിയാണ് ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഈ ഒരു റിസർച്ച് സ്ഥാപനമാണ്. അപ്പം അദ്ദേഹമാണ്, വെറും സ്റ്റാഫുകളൊക്കെ വളരെ കുറവ്, ഏതാണ്ട് 10ൽ താഴെ സ്റ്റാഫുകൾ മാത്രമേ ഈ കമ്പനിയിലുള്ളൂ, ഈ റിസർച്ച് സ്ഥാപനത്തിലുള്ളൂ. ഇവരുടെ സ്ഥിരം പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വളരുന്ന കമ്പനികളെ നോക്കി കണ്ടുപിടിച്ചിട്ട് അവർക്ക് എന്തൊക്കെ ബ്ലാക്ക് മാർക്ക് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അവരുടെ എന്തൊക്കെയാണ് അവരുടെ പോരായ്മകളെന്നും അവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ അതൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം അപ്പൊ അത് നല്ലൊരു മാർക്കറ്റ് വളർന്നു നിൽക്കുന്ന കമ്പനി ആയിരിക്കുമല്ലോ ആ കമ്പനിയിൽ. അപ്പൊ അതിന്റെ ഷെയറുകൾ ഷോർട്ട് സെൽ ചെയ്തിട്ട് ഈ ന്യൂസുകൾ പുറത്തു വിടുക. അപ്പൊ കമ്പനിയുടെ ഷെയറുകൾ താഴെ പോകുമ്പോൾ അവര് തിരിച്ചു വാങ്ങിക്കുക. ഇതാണ് അവരുടെ പരിപാടി. ഇതിനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ സ്ഥിരം ചെയ്യുന്ന പരിപാടി. അങ്ങനെ കോടികൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ബിസിനസ്സാണ് ഇവര് ചെയ്തു വരുന്നത്. അപ്പം കഴിഞ്ഞ തവണ ഇവർ അദാനിക്കെതിരെയാണ് പിന്നെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നത്. അദാനിയുടെ പിന്നെ പുറത്തുള്ള ഷെൽ കമ്പനികൾ വഴി വീണ്ടും സ്റ്റേക്കുകൾ വാങ്ങിച്ച് വാല്യുവേഷൻ പെരുപ്പിച്ച് കാണിച്ച് ഇവര് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ലാഭം കൊയ്യുന്നു എന്നുള്ളൊരു അലിഗേഷനാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത്. ശരിയല്ലേ? അപ്പം അത് പിന്നെ കുറെ നാളിങ്ങനെ ഓടി സിബി അന്വേഷണമൊക്കെ നടത്തി അവസാനം അത് കഴമ്പൊന്നില്ല എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. എങ്കിൽ തന്നെ അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം ഭയങ്കരമായിട്ട് ഇടിഞ്ഞു നയം പൊത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അവിടെ നിന്നൊക്കെ അത് തിരിച്ചു കയറി. അപ്പം ഇപ്പം വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോട്ടറിന് 75% മാത്രമേ അതിന്റെ സ്റ്റേക്സ് ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നിയമം. 75%. ബാക്കി 20% FASും DASും പിന്നെ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സും വീഴ്ച കൊടുക്കണം എന്നാണ് നിയമം. അപ്പം ഓൾറെഡി 75% അദാനി കൈവച്ചിട്ടുണ്ട്. പിന്നെയും ഇതിനകത്ത് സ്റ്റേക്സ് വാങ്ങിക്കണം എന്നുള്ള കാരണം ഇവരുടെ മൂല്യം കൂട്ടി കാണിച്ചു വരില്ല. പലയിടത്തും ഇവർ വായ്പ കമ്പനികളാണ്. വായ്പയുടെ പുറത്താണ് ഇവരുടെ ഓരോ പ്രോജക്റ്റുകൾ നടക്കുന്നത്. അപ്പം കൂടുതൽ വാല്യുവേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോൺ കിട്ടും. അപ്പം വീണ്ടും ഇതിനകത്ത് സ്റ്റേക്സ് വാങ്ങിക്കാൻ മാർഗം 20% കൂടുതൽ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം FIS എന്ന വ്യാജേന, അതായത് ഇപ്പം ഇന്ത്യക്ക് പുറത്തുള്ള ഏത് കമ്പനി FIS ആയിരിക്കുമല്ലോ, ഒരു പിന്നെ ഏത് ഫണ്ട്സ് ആണെങ്കിലും അത് ഒരു FIS ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ സഹോദരൻ നമ്മുടെ അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ പേരില് അദ്ദേഹം ഷെൽ കമ്പനികൾ ഇതുപോലെ ഓരോ തട്ടിക്കൂട്ട് പേപ്പർ കമ്പനികൾ തുടങ്ങിയിട്ട് ആ പേരിലും FIS എന്ന വ്യാജേന ഈ കമ്പനികളിൽ അദാനിയുടെ കമ്പനികളിൽ നമുക്ക് ഷെയറുകൾ വാങ്ങിക്കുന്നു. അങ്ങനെ കൂടുതലും സ്റ്റേക്സുകൾ ഇവരുടെ കൈ വെച്ചേക്കുന്നു. അങ്ങനെ സംഭവങ്ങൾ നടന്നതാണ് ആദ്യം ഒരു ആരോപണം ഇവര് ഉന്നയിച്ചത്. ആരുന്നയിച്ചത്? ഹിൻഡൻബർഗ് ഉന്നയിച്ചത്. അവസാനം ആദ്യം വകയായിട്ട് പോയി. എങ്കിലും അവരുടെ ഷെയർ താഴെപ്പോയി. അപ്പൊ ഇപ്പം വന്ന സംഭവം നമുക്കിനിപ്പോ ഇപ്പോഴത്തെ സംഭവത്തിലോട്ട് വരാം. ഇപ്പം എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സെബി ചെയർപേഴ്സൺ, ഓക്കെ, അദ്ദേഹം ഒരു ലേഡിയാണ്. അദ്ദേഹം അവർക്കെതിരെയാണ് ഇപ്പം ഈ പ്രാവശ്യം ഒരു അലിഗേഷനായിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതെന്താണ് എന്നൊന്ന് ചിന്തിക്കാം. അപ്പം ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഷെൽ കമ്പനി അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം, നമ്മുടെ ഈ മാധവി ബുച്ചി പുള്ളിക്കാരി ഈ സെബി ചെയർപേഴ്സൺ ആവുന്നതിന് മുന്നേ വിനോദ് അദാനിയുടെ കമ്പനിയില്, വിനോദിന്റെ ഷെൽ കമ്പനിയിൽ ഇവർക്കും സ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. ആ ആരോപണം, അതായത് ഈ ഷെൽ കമ്പനി ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്ന പേരിലാണ് വിനോദ് അദാനി വെളിയിൽ തുടങ്ങിയിരിക്കുന്നത്. ഇത് ബർമുഡ ആസ്ഥാനമാക്കിയ ഒരു കമ്പനിയാണ്.
പിന്നെ അതിന്റെ തന്നെ ഒരു സബ് കമ്പനി ഉണ്ട് മൗറീഷ്യസിൽ, ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ട് IP+ ഫണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പൊ ഈ രണ്ട് ഫണ്ടുകൾ വഴിയാണ് ഈ വിനോദ് അദാനി സ്റ്റേക്സുകളെല്ലാം ഈ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫണ്ടുകളില് ഈ പറയുന്ന നമ്മുടെ സെബി ചെയർപേഴ്സണ് അതിനകത്തില് പിന്നെ ആ സ്റ്റോക്കുകൾ ഇവർക്കും അതിനകത്തിൽ സ്റ്റേക്സ് ഉണ്ടായിരുന്നു, ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പം ഇവര് 2017 മെമ്പറായാലും സെബി മെമ്പറായി കഴിഞ്ഞപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഷെയറുകളെല്ലാം തന്റെ ഹസ്ബൻഡിന്റെ പേരിലോട്ട് ഇവര് അത് മാറ്റി, ഹസ്ബൻഡ് പേരോട് മാറ്റിയിട്ടാണ് അവർ സെബി മെമ്പർ ആയത്. എങ്കിൽ തന്നെ ഒരു കുടുംബത്തിലുള്ള ആളാണല്ലോ, അപ്പൊ അതിനകത്ത് വേറെ പല പല കാര്യങ്ങൾ, ഫേവറായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണും എന്ന് നമുക്ക് ചിന്തിച്ചുകൂടായിരിക്കില്ല. ഓക്കെ, അപ്പം ഈ രണ്ട് കമ്പനി, ഈ ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ടും എന്റെ സബ്സിഡറി കമ്പനി ആയിട്ടുള്ള IP+ ഫണ്ടും, ഇത് രണ്ടും മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള IIFL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻസ് സ്ഥാപനമാണ്. ഇത് ഈ സബ്സിഡറി കമ്പനികൾ രണ്ടും മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു IIFL എന്ന് പറഞ്ഞ ഒരു ഫിനാൻസ് കമ്പനിയാണ്. ഓക്കെ, ഇത് ഇന്ത്യയിൽ ലിസ്റ്റഡ് ആണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ഉള്ള ഒരു കമ്പനിയാണ് ഈ IIFL. ഓക്കെ, അപ്പൊ അവർ വഴിയാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം നടത്തിയത്. എങ്കിൽ തന്നെ 2017 മെമ്പർ ആയതിനു ശേഷം, നമ്മുടെ സെബി ചെയർപേഴ്സൺ സെബി മെമ്പർ ആയതിനു ശേഷം ഈ സ്റ്റേക്സുകളെല്ലാം തന്റെ ഹസ്ബൻഡിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അങ്ങനെ അവസാനം 2018 ഫുള്ളി അത് ആ ഫണ്ട്സ് എല്ലാം അവർ റെഡീം ചെയ്യുകയും അത് ക്ലോസ് ചെയ്ത് അത് അവസാനിപ്പിച്ചു. അതാണ് ഒരാരോപണം. രണ്ടാമത്തെ ആരോപണം, അപ്പം ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സെബി മെമ്പർ ആയിരിക്കെ തന്നെ അവരുടെ പേരിലില്ലെങ്കിൽ തന്നെ അവരുടെ ഹസ്ബൻഡിന്റെ പേരിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് അപ്പം അവിടെ ഒരു കരുതാഴിക ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമ്മൾ മൂന്നാമതൊരാൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായം പറയാനില്ല. പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിംഗപ്പൂർ ബേസ്ഡ് ഒരു കമ്പനി ആയിട്ടുള്ള അഗോറ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലും ഇവർക്ക് സ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് 2022 2022 ഇതുപോലെ അഗോറ പാർട്ട്ണർ എന്ന് പറഞ്ഞ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയിൽ ഇവർക്ക് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരി ഈ സെബി ചെയർപേഴ്സൺ ആകുന്ന സമയത്ത്, മെമ്പറിൽ നിന്ന് സെബി ചെയർപേഴ്സൺ ആകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആ ഫണ്ട്സ് എല്ലാം, ആ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഹസ്ബൻഡിന്റെ പേരിലോട്ട് ഇവർ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോഴും അവിടെ ഒരു എന്തോ ഒരു അരുതാഴിക ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കും. ഓക്കെ, ഇത് രണ്ട് കാര്യങ്ങളാണ് അവര് ആരോപിക്കുന്നത്. സെബി ചെയർപേഴ്സൺ ആയിരിക്കല്, മെമ്പർ ആയിരിക്കല് ഇവർക്ക് ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, അത് ഇല്ലീഗലാണ് എന്നുള്ള കാര്യമാണ് ഹിൻഡൻബർഗ് സമർത്ഥിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ ഹസ്ബൻഡ് പിന്നെ അമേരിക്കയിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേമായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സർവീസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആര്? ഈ നമ്മുടെ സെബി ചെയർപേഴ്സന്റെ ഹസ്ബൻഡ് ബുച്ചി. അപ്പം അതും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ഇവര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ബ്ലാക്ക് സ്റ്റോണിന് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, റിയൽ എസ്റ്റേറ്റ് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സംഭവം ഇന്ത്യയിൽ അവർ ഒരു ഫണ്ട് ആരംഭിച്ചു. അത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫണ്ട് REIT, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം അവർ ഇന്ത്യയിൽ തുടങ്ങി. അതിന് സെബി അപ്രൂവൽ കൊടുത്തു. ഇന്ത്യയിൽ അത് തുടങ്ങാൻ വേണ്ടി, അതിന്റെ ഫണ്ട് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി സെബി ഈ പുള്ളിക്കാരി ചെയർമാൻ ആയതിനു ശേഷം അങ്ങനെ ഒരു ഫണ്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു അംഗീകാരം കൊടുത്തു. അപ്പോൾ അത് കൊടുത്തപ്പം അത് അവരുടെ ഹസ്ബൻഡിന് ബെനിഫിറ്റഡ് ആകത്തക്ക രീതിയായിട്ട് അത് മാറി. അതും ഒരു ബ്ലാക്ക് മാർക്കായിട്ടാണ് ഇവര് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ഇപ്പം നിലവിൽ ഇതുമായിട്ട് ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി വരും. ഇതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. അപ്പം അതായത് പുറത്തുള്ള ഷെൽ കമ്പനികളിൽ പിന്നെ സെബി ചെയർപേഴ്സണ് അല്ലെ അവരുടെ ഹസ്ബൻഡിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതുമൂലം പിന്നെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പൊ ഇവര് ഉന്നയിക്കുന്നത്. അപ്പം അതിൽ എത്രത്തോളം സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വരും ദിവസങ്ങളിൽ വേണം അത് ഇവര് വേണം തെളിയിക്കാൻ. ആര്? സെബി ചെയർപേഴ്സൺ അവരുടെ ഹസ്ബൻഡ് വേണം തെളിയിക്കാൻ. അതിനുള്ള
മറുപടി ഇന്ന് 2 പ്രാവശ്യം ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇതിന് കൂടുതൽ ആധികാരികമായിട്ട് അവർ പുറത്തുവിടാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഇത് നാളെ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാകൂ ഇതെങ്ങനെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്. ഇപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.